ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, നോമ്പിൻ്റെ ഒരു വീഡിയോ ഇടും നമ്മുടെ സാദിഖ് എന്ന് പറഞ്ഞൊരു മച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നോമ്പിൻ്റെ ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചായയൊക്കെ വെച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും ഇന്ന് കുടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചായ കുടിക്കുന്നത് ഗൈസ്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എണീറ്റോട്ടെ. എന്നിട്ട് അമ്മ നമുക്ക് വേണ്ടി മുട്ടയൊക്കെ പോയി തന്നായിരുന്നു. എന്നിട്ട് അമ്മ എന്താ പറയുക അപ്പം തന്നെ പോയായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് നമ്മളെന്താ പറയുക നോമ്പ് വിളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കേസ് എന്താ പറയുക ഇങ്ങനെ കുറേ ഒന്നും കഴിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് നമ്മളെന്താ പറയുക 2 കപ്പ്, അതായത് 2 കപ്പ് ഏകദേശം ഞാൻ ചായയും കുടിച്ചു, പിന്നെ 2 മുട്ടയും കഴിച്ചു. അപ്പോൾ തന്നെ ഏകദേശം വയറ് കുറച്ചാവും കഴിച്ചു. അപ്പം സാധാരണ നമ്മളിപ്പോൾ ഒരു 9:30 ഒക്കെ ആകുമ്പോഴാണല്ലോ ചായ കുടിക്കുന്നത്, 8:00 കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെന്താ പറയുക ഇത് കഴിച്ചപ്പോഴത്തേന് ഏകദേശം വയറൊക്കെ ഒരു ഇതായി. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ഉഷാറാക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പം നിങ്ങളാരെങ്കിലും ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നത് ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ് ചെയ്യുക ഗൈസ്. അപ്പം അതിരാവിലെ ആയതുകൊണ്ട് കേട്ടോ, 5 മണിയൊക്കെ ആയതുകൊണ്ടാണ് നമുക്കെന്താ പറയുക 2 കപ്പ് ചായയും മുട്ടയും തന്നെ മതിയാവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ രാവിലെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഗൈസ്. അപ്പം 5 മണി 5:15 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പം എന്താ പറയുക പാട്ടൊക്കെ കേൾക്കാം കേട്ടോ, അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചാൽ കേൾക്കാം. പിന്നെ കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും കിടന്നു. അപ്പോഴത്തേനും ബാങ്ക് വിളിച്ചു കേട്ടോ. 5:30 ആയപ്പോഴത്തേനും ബാങ്ക് വിളിച്ചു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം കിടന്നിടും, കാരണം വേറെ പരിപാടികളൊന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു 7:30 ആകുമ്പോഴത്തേനും എണീക്കുള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ടാട്ടോ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ സൗണ്ട് അധികം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം 10:15 അപ്പോൾ 10:15 ആകുമ്പോഴത്തേനും അമ്മ എന്താ പറയുക കടയിൽ പോകും. അപ്പോൾ അമ്മേനെ ഡ്രസ്സൊക്കെ തേക്കണം. പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിച്ച് നമ്മളിപ്പം ഇവിടെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഫുട്ബോൾ ചാനൽ കാണുന്നവർക്ക് അറിയാം. അപ്പം ഗൈസ് മൈക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്താ അറിയില്ല, ഒരു അപ്ലോഡ് ചെയ്യുമ്പോൾ വോയിസിനൊരു എന്താ പറയുക എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആരെങ്കിലും അതിനെപ്പറ്റി അറിയാതെ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാനിവിടെ നല്ല മൈക്കാണ് മേടിച്ചത്, പക്ഷേ ഷോർട്ടിലും ഞാൻ മൈക്കാണ് യൂസ് ചെയ്യാറ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ഇനി ഡ്രസ്സൊക്കെ തേച്ച് ഇനിയിപ്പം ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വൃത്തിയാക്കാനുണ്ട്. പിന്നെ എന്താ പറയുക ഓൾറെഡി എല്ലാം വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഈ അലക്കാനൊക്കെ കുറച്ചുണ്ട്, അലക്കാനൊക്കെ ഉണ്ട്. കാരണം ഇന്നലെ എന്താ പറയുക ക്ലാസ്സിന് പോയി വന്നുകൊണ്ടും പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക ഷോട്ട് എടുക്കുമ്പോൾ കുറെ ഇന്നലെ എന്താ വെച്ചാൽ കറണ്ട് എങ്ങാണ്ടോ പോയിരുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക തേച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും വീഡിയോ എടുക്കാൻ കയറും. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഗൈസ് കുറച്ച് നെറ്റിന് സ്ലോ ആണ്, നെറ്റ് കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ 11:30 വീഡിയോ കയറാണ്ട് 12:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടികൾ എന്തായാലും കാണിച്ചു തരാം. മച്ചമ്മയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മീൻവണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മൾ 10:45 അപ്പോൾ അമ്മയൊക്കെ കടയിൽ പോയതുകൊണ്ട് തന്നെ നമ്മളിനി വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫുട്ബോളിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി കേസ് ഇവിടെയാണ് നമ്മുടെ ആ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഏകദേശം കണ്ടന്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വരാം. നമ്മുടെ വീഡിയോൻ്റെ ഇന്ന് എടുക്കാനുള്ള കുറച്ചൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്താക്കുക സെറ്റ് ചെയ്യണമെന്ന് ചിലതൊക്കെ എഴുതി വെക്കും. ചിലതൊക്കെ എഴുതി വെക്കും. ചില സമയത്ത് ഇത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മളപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കാർണിവൽ ക്യാമ്പയിൻ അതിനെപ്പറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ടൈമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് സമയം ഏകദേശം 1 മണി 1:05 ആയി. നമ്മൾ ഇത്ര നേരം ഗൈസ് എന്താ പറയുക നമ്മൾ ആ വീഡിയോ ഒക്കെ കയറ്റി വിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് നേരം എന്താ പറയുക ഇവിടെയൊക്കെ അനിയത്തിൻ്റെ കൂടെ വൃത്തിയാക്കാനൊക്കെ അനിയത്തി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക നമ്മൾ ഇന്നത്തെ എന്താ പറയുക നോമ്പായി എടുക്കുന്നതുകൊണ്ട് തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിനി ഭക്ഷണം കഴിക്കുക. അപ്പോൾ രാവിലെ കഴിച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ആരെങ്കിലും ലൈക്ക് അടിക്കത്തിൻ്റെ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം വെച്ചാൽ വരാം. അപ്പോൾ എല്ലാവരും റോട്ട് നമ്മളിനി 1K ഒക്കെ പെട്ടെന്ന് തന്നെ ആക്കണം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉഷാറാക്കുക ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ അടുക്കളയൊക്കെ അനിയത്തി ഇവിടെ വൃത്തിയാക്കിയപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ അലക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ അപ്പുറമായിരിക്കുന്നത്. ഇനിയിപ്പോൾ അലക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേനും ഗൈസ് ഇവിടെ എന്ന് വെച്ചാൽ ഇന്നലെ ഓൾറെഡി എന്താ പറയുക മഴയുടെ മൂടലുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണല്ലോ. അപ്പോൾ മഴയുടെ മൂടലുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇന്നലെ ഇതുപോലെ മൂടലായിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ഇതൊന്നും പെയ്തൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യണം. കാരണം ഓൾറെഡി നമ്മൾ രാത്രിയൊക്കെ ലൈവ് വരുമ്പോഴും പിന്നെ എന്താ പറയുക എടുക്കാനുള്ള സമയമാകുമ്പോൾ പണി കിട്ടും. അപ്പോൾ കഴിച്ച് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും ആക്കിയില്ല. രാവിലെ നമ്മൾ ആ വെളുപ്പിന് കഴിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 6 മണി ആവണമല്ലോ ഇനിയിപ്പോൾ കഴിക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അലക്കിയിട്ടൊക്കെ വരാം. ഓക്കെ കഴിച്ച് അപ്പോൾ ഇനി എന്താ പറയുക ഇതെല്ലാം അലക്കി നമുക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്താ പറയുക തുണിയൊക്കെ വിരിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക
പരിപാടീസ് ഒന്നുമില്ല. എന്തായാലും നമുക്ക് എന്താ പറയാ, ഇന്നിപ്പോ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് പിന്നെ ഏകദേശം ഒരു 2 മണി 2:30 3 മണിയൊക്കെ ആവും. അതിനുശേഷം നമുക്ക് എന്താ പറയാ ചെയ്യാനുള്ള ഇനിയിപ്പോൾ വീഡിയോന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഒരു ഷോട്ട് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഷോട്ടൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയം. അപ്പോൾ എന്തായാലും ഗൈസ് എന്താ പറയുക, വെയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിലും രണ്ടും കൂടെ, വെയിലും ഉണ്ട് പക്ഷെ മഴയെ പെയ്യുന്ന പോലെ മൂടിയിരിക്കുക മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പരിപാടിയൊക്കെ ഉഷാറാക്കി വരാം. ഗൈസ് അപ്പോൾ നല്ല മൂടലാണ്, നിങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ടോ, മേളിൽ മുക്കുമ്പോൾ തന്നെ കാണാം നല്ല മൂടലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും മഴ പെയ്യുമെന്നറിയില്ല. ഇന്നലെ ഇതുപോലെയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്ന സമയത്താണ് ഒരു കാര്യം ഞാൻ കണ്ടത്. 4-5 കുഴിയാന തന്നെ കുഴി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്, അടുപ്പിച്ച് കുറേ എണ്ണം ഉണ്ട്, 1 2 3 4 കുറേ എണ്ണം അടുപ്പിച്ചുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റാവാം. ഇപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക, ഇങ്ങനെ തല കറങ്ങുന്നൊന്നുമില്ല, പക്ഷെ എന്താ പറയുക, വയറിന്നൊക്കെ സൗണ്ട് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ വരില്ല, അതുപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം. എന്തായാലും ഇത്ര നേരം നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ നോമ്പെടുക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. വണ്ടീൻ്റെ ഹോൺ ബാക്കിൽ വന്നേടാ, അതുകൊണ്ട് ക്ലിയർ കറക്റ്റായിട്ട് പറഞ്ഞു വരികയായിരുന്നു. എനിക്കൊന്ന് ഗൈസ് കപ്പക്കാരെങ്ങാണ്ടോ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, കപ്പ പിടിച്ചോണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ കിടിലം വീഡിയോയിൽ ഇനിയും വരും കേട്ടോ. ഇത് നമ്മുടെ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി ചലഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉഷാറാക്കണം. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ എക്സ്പെരിമെൻറ്റ് വീഡിയോ കണ്ടല്ലോ, എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണോ വ്ളോഗ് വീഡിയോ ആണോ, രണ്ട് രസമുണ്ടോ, അത് എങ്ങനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ 2 മിക്സഡ് ആക്കി ഇടണോ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അനിയത്തി എന്താ പറയുക ബിരിയാണിയൊക്കെ വെച്ചായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ബാങ്ക് വിളിച്ചിട്ട് വേണം, ഒരു 6:30 ആകുമ്പോഴത്തേനും വലിയ ബാങ്ക് വിളി. ഗൈസ്, അപ്പോൾ ഏകദേശം 4 മണിയായി, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. രാവിലെ നമ്മൾ ആ വെളുപ്പിന് 4-4:30 ആയപ്പോൾ കഴിച്ചതാണ്. 4 മണി ആവുന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുട്ബോൾ ഷോട്ട് ഒരെണ്ണം എടുക്കണം. പിന്നെ ഓൾറെഡി ഇനിയിപ്പം വേറെന്താ പറയുക, ഇനിയിപ്പം നമ്മൾ ഗൈസ് ഈ വീഡിയോ ഇന്ന് എടുക്കുന്ന നാളെയാണ് വരിക. അപ്പോൾ എന്താ പറയുക, അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ തലേദിവസം അങ്ങനെ എടുത്ത് നോക്കി. ഇന്ന് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അമ്മയും അനിയത്തിയും കൂടെ. അപ്പോൾ എന്തായാലും ഇനി ഗൈസ് കുളിച്ച് കഴിഞ്ഞ് നമുക്കൊരു 6:45 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക ഇന്നത്തെ നോമ്പങ്ങ് ഇതാക്കാം. ഓക്കെ ഗൈസ്, അപ്പം നോമ്പ് എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും എനിക്ക് നോമ്പിൻ്റെ അത്ര ക്ഷീണം വന്നിട്ടില്ല. കാരണം ഓൾറെഡി നമുക്ക് ചൂട് കുറഞ്ഞിട്ട് തണുപ്പായിരിക്കുമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം സമയം ഇപ്പോൾ 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി എന്താ പറയുക, നമ്മൾ ബാങ്ക് വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്നിട്ട് വേണം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പോൾ ഭക്ഷണമൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാങ്ക് വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതാ കുടിക്കാൻ പോവാണ്. ഗൈസ്, ഇപ്പോൾ കുടിക്കാനുണ്ട് നല്ല സുഖം ഗൈസ്. ഇത് നമുക്കൊരു ആപ്പിൾ കഷ്ണം എടുക്കാം കേട്ടോ. എന്താ പറയുക, നേരത്തെ വെള്ളം കുടിച്ചതിന് ശേഷം ഇതാ ബിരിയാണി കഴിക്കാൻ പോവാണ്. എൻ്റെ മുന്നേ ഗൈസ്. അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കുടിച്ച് നമ്മളെന്താ പറയുക, ഒരു 6:45 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇതാ ബിരിയാണി കഴിക്കണം. അപ്പോൾ എന്തായാലും ആ ഒരു ടേസ്റ്റ് ഗൈസ് എന്താ പറയുക, നമ്മൾ എന്താ പറയുക ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാണ്ട് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത് നല്ല ഗൈസ്. ഇനി എന്താ പറയുക, അമ്മേൻ്റെയൊക്കെ ഷെയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഇനി കുടിക്കണം. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക സേമിയ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. നെയ്യൊക്കെ ഇട്ടുകൊണ്ട് സൂപ്പറാണ് ഗൈസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എന്താ പറയുക ബനാന ഷേക്കും കൂടെ അടിക്കാൻ പോകണം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നോമ്പും കൂടെ എടുത്തുകൊണ്ട് ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഗൈസ്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് കഴിക്കുന്നത്, ഒന്നിച്ചല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഷേക്ക് കഴിക്കാം.
ഓബിയസ് എല്ലാത്തിനും നല്ല ടേസ്റ്റാ. നമ്മൾ 5 മണിക്കല്ലേ കഴിച്ചത്, അതുകൊണ്ട് നല്ല രുചി കഴിച്ചു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.